ഹലോ, ഹായ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഡേയ്സിനോട് കുറച്ച് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നമുക്ക് മാർക്കറ്റ് എന്താ പറയുക, നമ്മൾ നിഫ്റ്റി ആൻഡ് ഫിബ് നിഫ്റ്റി ഒക്കെ കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിരുന്നു. ആൻഡ് നിഫ്റ്റി നമുക്ക് കുറച്ചൊരു ബെയറിഷ് ക്യാൻഡിൽസ് ഒക്കെയാണ് തരുന്നത്. ഈവൻ നമുക്ക് കുറച്ച് വൊളറ്റാലിറ്റി ഇനി നാളെയും മറ്റന്നാളും. നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. അത് കഴിഞ്ഞിട്ടാണ് നിഫ്റ്റി എക്സ്പയറി വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻ ബഡ്ജറ്റ് ഡേയിൽ നമുക്ക് എക്സ്പയറി ഡേ വരുന്നത് നിഫ്റ്റി മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി മിക്കവാറും ഓൾറെഡി നെക്സ്റ്റ് വീക്കിലേക്കുള്ള എല്ലാത്തിനും നല്ല മീൻസ് എവേ സ്ട്രൈക്കിനടക്കം നല്ല പ്രൈസാണ്, പ്രീമിയം ആണ്. അപ്പോൾ എല്ലാവരും ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ മീൻസ് വോളറ്റൈലിറ്റിക്ക് ആണെങ്കിൽ തന്നെ തേഴ്സ്ഡേ ആണ്, അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് എപ്പോഴും എന്താ പറയുക, നമ്മൾ ആ ഒരു ലെവൽസ് കാര്യങ്ങൾ ഇനി ദിവസങ്ങളിൽ നമുക്ക് എല്ലാ ദിവസവും പറയുന്ന ലെവൽസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്ന് തന്നെയില്ല. ബിക്കോസ് ഒരു ഇവന്റ് വരുമ്പോൾ നമുക്ക് ആ ഇവന്റിന് എന്തായിരിക്കും അതിന്റെ റിയാക്ഷൻ നടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പറയാനും നമ്മൾ പറയണേലും മീൻസ് അപ്പുറത്തായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊന്ന് സംസാരിക്കാം, അതോടൊപ്പം ഓൾ സെന്റിമെന്റ് ഒന്നറിയാം. ബട്ട് ഇവന്റ് എന്ന് പറയുന്നത് ഒരു ബിഗ് ആണ്. സോ അതുകൊണ്ട് ആ ഇവന്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ ട്രേഡ്സിൽ കയറാൻ നോക്കുക. ആൻഡ് അനാവശ്യമായിട്ടുള്ള ട്രേഡ് ചെയ്ത് മീൻസ് ക്യാപിറ്റൽ ഒന്നും വൈപ്പൗട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ട്രേഡിനും നിൽക്കാണ്ടിരിക്കുക. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് DM ചെയ്ത് ചോദിക്കാം. കുറച്ച് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മീൻസ് ഓർഡർ എടുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ മെയിനായിട്ട് പറയുന്നുണ്ട്. ബട്ട് അത് ഞാൻ ഫയേഴ്സിന്റെ അക്കൗണ്ട് ഇന്നലെ സംസാരിച്ച അതിന്റെ ഫയേഴ്സിന്റെ അക്കൗണ്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഫയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എവേ സ്ട്രൈക്കിന്റെ ഓർഡേഴ്സ് ഒക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്യാൻ കിട്ടും. അത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ആണ്. മീൻസ് ഇതുപോലുള്ള ഇവന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ നമുക്കൊരു ട്രേഡ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയുക, അനാവശ്യ ട്രേഡിൽ കയറില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് കുറെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അങ്ങനത്തെ മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് മാത്രം കയറാം. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. മാക്സിമം എല്ലാവരും എന്താ പറയാ, നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാവരും സംസാരിക്കാനും നോക്കുക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ആൻഡ് നമുക്കിനി നെക്സ്റ്റ് ഡേയിലേക്കുള്ള ലെവൽസ് കാര്യങ്ങളും നോക്കാനുണ്ട്. സോ അത് രണ്ടും നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് മീൻസ് ഇനി ബഡ്ജറ്റ് ഡേയിലൊക്കെ ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിഫ്റ്റി കംപ്ലീറ്റ്ലി ഒരു ബിയർഷ് ബയാസിലാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. നമുക്ക് കാണാം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു ഇവിടെ ഉണ്ടായ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ സ്ട്രാഡിൽ 21,700 എന്ന സ്ട്രാഡിൽ കുറച്ചു നേരം വിത്ത് ഡിമാൻഡ് സോണിൽ ആ സ്ട്രാഡിൽ തന്നെ ഫോം ചെയ്തത്. ലാസ്റ്റ് ആഫ്റ്റർനൂണിന് ശേഷം മാത്രമാണ് സോൺ ബ്രേക്ക് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് താഴേക്ക് വരുന്നത്. ആൻഡ് ഇതും നമ്മൾ പറഞ്ഞ സപ്പോർട്ടായിരുന്നു 21,500 എന്നുള്ള സപ്പോർട്ട്. അപ്പൊ എങ്ങനെയാണ് ഹോൾ മാർക്കറ്റ് ബിഹേവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മീൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞ നെഗറ്റീവ് സെന്റിമെന്റ് ആണെന്നുള്ളത്, ആ നെഗറ്റീവ് സെന്റിമെന്റിൽ തന്നെയാണ് മാർക്കറ്റ് വന്നേക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ സോൺ ലെവല് ഇവിടെ നമുക്കൊരു നല്ല സോൺ ലെവൽ ഉണ്ട്. ആ സോൺ ലെവലിൽ ഒന്ന് ഹോൾഡ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് ഫോളോ വന്നേക്കുന്നത്. ഫസ്റ്റ് ടൈം തന്നെ സോണിൽ നിന്ന് നമുക്ക് റിവേഴ്സ് വന്നത് അതും കാണാം. പിന്നെ ആ സ്ട്രാഡിൽ തന്നെയാണ് ഒരു 80% മാർക്കറ്റിൽ നിന്ന് നമുക്ക് നിന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ആ ഫോള് മാത്രമാണ് ഉണ്ടായത്. സോ അപ്പൊ അതായിരുന്നു ഇന്ന് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് എന്ന് പറയാം. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കംപ്ലീറ്റ്ലി ട്രേഡിംഗ് സൈഡ് വേസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കാണാൻ കഴിയും. ഓപ്പൺ ഒരു ഫ്ലാറ്റ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഓപ്പൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനീഷ്യലി ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബയാസിലായിരുന്നു ബാങ്ക് നിഫ്റ്റി എന്ന് ട്രേഡ് ചെയ്തത്. അത് തന്നെ കുറച്ചും കൂടി നിഫ്റ്റിനെ സോൺ ബ്രേക്ക് ചെയ്തിട്ടും
500-ന്റെ മേളിൽ നിഫ്റ്റിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റിയാണ് ഒരു കാരണം ബാങ്ക് നിഫ്റ്റി അത് അവിടെ നിന്ന് ഹോൾഡ് ചെയ്തത് എന്നുകൊണ്ട് മാത്രമാണ്. സോ അപ്പൊ അതാണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നമുക്ക് നെഗറ്റീവ് സെന്റിമെന്റ് ആണ് FIDA ഡാറ്റ എന്നൊക്കെ കിട്ടണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. സോ അപ്പോൾ അതാണ് ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ OA അനാലിസിസിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ കറണ്ട് വീക്കിലുള്ള OA അനാലിസിസ്. എല്ലായിടത്തും നമുക്ക് പുട്ട് അൺവൈൻഡിങ് ആണ് കാണുന്നത്. 21,500 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനീഷ്യൽ സപ്പോർട്ട് എന്ന് പറയണമെങ്കിൽ ഇപ്പൊ അവിടെ കോൾ ബിൽഡിങ്ങും വരുന്നുണ്ട്. അതൊരു ഞാൻ നേരത്തെ ഇന്നലെ തന്നെ പറഞ്ഞു നമുക്ക് കോൾ ബിൽഡിങ് 21,500 21,700 നിൽക്കുമ്പോൾ 21,500 കാണാമെന്നുള്ളത്. പക്ഷെ അവിടെ നമുക്ക് ഇനീഷ്യലി ഇപ്പൊ നല്ലൊരു രീതിയിലൊന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാ സ്ട്രൈക്കിലും കോളും പുട്ടും ഏകദേശം നല്ല രീതിയിലേക്കൊന്നും ബിൽഡ് ചെയ്ത് വരുന്നുമില്ല. എന്നാൽ എല്ലാ സ്ഥലത്തും കോളും പുട്ടൊക്കെ ഈക്വൽ ആയിട്ടുണ്ട്. എനിവേ നമ്മൾ 21,500 ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഓക്കെ ആയിട്ട് പോണെയാണ്. സ്ട്രാഡിൽ ഫോർമേഷൻ എല്ലായിടത്തും ഒഴിവാകണമാണ്. ബിക്കോസ് നമുക്ക് ഇനി കറക്റ്റ് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. 21,700 ഒരു റെസിസ്റ്റൻസ് ആക്കിയിട്ടും 21,000 മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആക്കിയിട്ടും നമുക്ക് കാണാം. ബിക്കോസ് അവിടെയും നമുക്ക് 21,000 ഒരു ചെറിയ കോൾ ബിൽഡിങ്ങും കാണാം, 22,000 പുട്ട് ബിൽഡിങ്ങും കാണാം. സോ അപ്പോൾ അത് നമുക്കൊരു ക്ലിയർ ഇൻഡിക്കേഷൻ അല്ല. ബട്ട് ഇവിടെ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പുട്ട് ബിൽഡിംഗ് ഇങ്ങനെ താഴ്ന്നു പോകണുണ്ട്. ബട്ട് കോള് കുറച്ചും കൂടി ഹെവി ആയിട്ട് എല്ലായിടത്തും മിക്ക സ്ട്രൈക്കിലും കാണുന്നുണ്ട്. സോ അപ്പോൾ കുറച്ചൊരു ബിയറിഷ്നെസ് ആണ് അവിടെ കാണുന്നത് 0.8. ബിക്കോസ് നമുക്ക് നല്ലൊരു ഇവന്റ് വരുമ്പോൾ മിക്കവരും അതിന് മീൻസ് ആ ഒരു സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. മെയിൻലി ഇതിന്റെ റീസൺ തന്നെ വരുന്നത് അവിടെയാണ്. അല്ല മാർക്കറ്റ് കംപ്ലീറ്റ്ലി ബിയറിഷ് ആയെന്ന് നമുക്ക് അതിന് ഇതാക്കാൻ പറയാൻ പറ്റില്ല. നമുക്കൊരു ഇവന്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ 21,500 നമ്മൾ സപ്പോർട്ടാക്കി തന്നെ വെക്കുകയാണ്. ദെൻ ഇനി നമുക്ക് അതിന്റെ മേളിൽ നമുക്ക് 21,700 ഒരു റെസിസ്റ്റൻസ് ആക്കിയിട്ടും കീപ്പ് ചെയ്യാം. അവിടെ നമുക്ക് റെസിസ്റ്റൻസ് 21,700 21,500 ഒരു സപ്പോർട്ട് ഉണ്ട്. ദെൻ 21,000 ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ തന്നെയാണ്. അവിടെയാണ് നമുക്ക് ഇനി കുറച്ചും കൂടി ഒരു സപ്പോർട്ട് എന്ന് പറയാൻ നമുക്ക് 21,000 ആണ് കാണുന്നത്. സോ അപ്പൊ അതാണ് ഇന്നത്തെ ലെവൽ വരുന്നത്. ഈക്വൽ എമൗണ്ട് ഓഫ് മിക്ക സ്ഥലത്തും നമുക്ക് റെസിസ്റ്റൻസും എല്ലാം കാണാം. നമുക്ക് മേളിലേക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, സപ്പോർട്ട് ഒരു കുറഞ്ഞു പോണുണ്ട്. അപ്പൊ അതാണ് നിഫ്റ്റിയുടെ ലെവൽ. സ്ട്രാഡിൽ ഫോർമേഷൻ ഒക്കെ മിക്ക സ്ഥലത്തും കുറവാണ്. സോ നാളെ നമുക്ക് ഒരു മൂവ്മെന്റ് കാണാൻ കഴിയും എന്ന് തന്നെ വിചാരിക്കാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി, നാളെ എക്സ്പയറി ഡേയും കൂടിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ. അപ്പൊ ബാങ്ക് നിഫ്റ്റിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വെയിറ്റ് ചെയ്യോ, ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് മാക്സിമം കോൾ ബിൽഡിംഗ് തന്നെയാണ് എല്ലായിടത്തും കാണുന്നത്. സ്ട്രാഡിൽ ഫോർമേഷനും കുറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അത് ടെലിഗ്രാം ചാനലിൽ അത് റിപ്പോർട്ടും ചെയ്തു. കോൾ പുട്ട് അൺവൈൻഡിങ് ആണ് നമുക്ക് കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ട്രാഡിലായിട്ട് നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് എവിടെയും പറയാൻ പറ്റില്ല. എനിവേ 45,000 എന്നുള്ളത് 45,500 റെസിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിൽ ഇനി കുറച്ചും കൂടി ഇതായിട്ട് നിൽക്കാം. ഇനീഷ്യൽ സപ്പോർട്ട് 45ഉം ദെൻ 44,500 എല്ലായിടത്തും നമുക്ക് പുട്ട് ബിൽഡിംഗ് എന്ന് വെച്ചാൽ വളരെ നിസ്സാരമായിട്ടുള്ളൂ. ബട്ട് അപ്പൊ ഈ ഒരു ലെവലിൽ തന്നെ പോവാം. നമുക്ക് 45,500 ഇപ്പോൾ ഒരു റെസിസ്റ്റൻസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു കോൾ ബിൽഡിങ്ങും എല്ലാം കമ്പാരിറ്റീവ്ലി നമ്മൾ എന്താ പറയാ കുറച്ച് കുറവാണ്. ബട്ട് എനിവേ നമുക്ക് ആ കാര്യങ്ങളെ വെച്ച് തന്നെ ഹോൾഡ് ചെയ്ത് തന്നെ പോവാം. 46,500 എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലത്തും റെസിസ്റ്റൻസും ഉണ്ട്. ദെൻ സപ്പോർട്ട് 45 44,500 ഒക്കെ സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട്. ബട്ട് അവിടെയൊക്കെ സപ്പോർട്ടിന്റെ പവർ മീൻസ് അവിടെയൊക്കെ കോൾ പുട്ട് ബിൽഡ് ചെയ്തേക്കുന്നത് മീൻസ് പുട്ട് ഷോർട്ട് ചെയ്തേക്കുന്നത് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യണത്. സോ അപ്പോൾ അവിടെ നമുക്ക് എന്താക്കുന്നത് വേണമെങ്കിൽ അവിടെയൊക്കെ ഫോളോ വന്നാൽ കോൾ ബിൽഡ് ചെയ്ത് വന്നാൽ പിന്നെ നമുക്ക് ബിയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ്. സ്ട്രാഡിൽ ഫോർമേഷൻ മിക്ക സ്ഥലത്ത് നമുക്ക് കാണാനില്ല. അത് തന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ബിക്കോസ് നാളെ നമുക്കൊരു ട്രേഡിംഗ് സൈഡ് വേസിനെ കുറച്ചും കൂടി ഒരു മാറിയിട്ട് നമുക്കൊരു എന്താ പറയുക ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകും എന്നുള്ള ഒരു മീൻസ് ഒരു അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ എല്ലാവരും അതും ഒന്ന് വാച്ച് ചെയ്യുക. ബിക്കോസ് നാളെ രാവിലെ വന്നിട്ട് ഇനി മാർക്കറ്റ് പോസിറ്റീവായി അങ്ങനെ മേളിലേക്ക് പോകും, നെഗറ്റീവായി അങ്ങനെ താഴേക്ക് പോകും എന്നല്ല. എപ്പോഴും സോൺസ് നമ്മൾ ഇൻട്രാഡേ സോൺസും പറയാറുണ്ട്. സോൺസും കൂടി വെയിറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. അതോടൊപ്പം നമ്മൾ എന്തെങ്കിലും ഇനി പുട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രൈക്കിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ടെലിഗ്രാം ചാനലിൽ നമ്മൾ അത് ഇൻഫോം ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക.
അപ്പോൾ അതാണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ OA അനാലിസിസ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റ നോക്കുമ്പോൾ എനിവേ എല്ലാവരും നല്ല രീതിയിലുള്ള ബിയറിഷ് ആണ്. പ്രോസ് ഒക്കെ സ്ട്രോങ് ബിയറിഷ് ആണ്. ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്ട്രോങ് ബിയറിഷ് ആണ്. FIS സ്ട്രോങ് മൈൽഡ് ബിയറിഷ് ആൻഡ് മീഡിയം ബിയറിഷ്. ഇന്നലെ നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എല്ലാത്തടത്തുനിന്നും നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആണ്. ക്ലയന്റ് മാത്രമാണ് നമുക്ക് പോസിറ്റീവ് ഉള്ളത്. സ്ട്രോങ് ബുള്ളിഷ് ആയിട്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ ക്ലയന്റ് മാത്രമാണ് നമുക്ക് എന്താക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ളൂ. ബട്ട് പ്രോ ആൻഡ് FIS ആർ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണ്. ഇന്ന് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കും ബിയറിഷ് സെന്റിമെന്റ് ആണ്. കോൾ ചേഞ്ച് വരുന്നത് -1 lakh ആണ്. പുട്ട് ചേഞ്ച് വരുന്നതും 22 ആണ്. സോ അവിടെയും നമുക്ക് ബിയറിഷ് ഇൻഡിക്കേഷൻ ആണ്. ബിക്കോസ് നിഫ്റ്റി ആണെങ്കിൽ ഓൾറെഡി കുറച്ച് ഫോളോ ആയിട്ടുണ്ട്. ആൻഡ് നല്ലൊരു ഇൻഡിക്കേഷൻസ് അല്ല അവിടെയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫ്യൂച്ചേഴ്സിന്റെ ബിൽഡ് ഉണ്ടായുള്ളൂ. ഇന്ന് കുറച്ചും കൂടി നെഗറ്റീവ് ആണ്. 836ന്റെ ഒരു സെൽ ഓഫ് ഒരു ബിയറിഷ് ഇതായിട്ടാണ് നമുക്ക് പുട്ട് കാണുന്നത്. ദെൻ ഇനി ഇൻഡെക്സ് ഓപ്ഷൻസിലാണെങ്കിൽ പുട്ട് ആൻഡ് കോൾ ചേഞ്ച് വരുന്നത് -1 lakh കോൾ ചേഞ്ചും ആൻഡ് അവിടെയും നെഗറ്റീവ്. പുട്ട് കോൾ ചേഞ്ചിലാണെങ്കിൽ -1.26 lakh പുട്ടിലാണെങ്കിൽ 1.07 lakh ആണ്. സോ ഹെവി ബിയറിഷ്നെസ് അവിടെയും നമുക്ക് കാണാം. ആൻഡ് ഇനി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിന്റെ മീൻസ് ഇതിലാണെങ്കിൽ അവിടെയും വീണ്ടും സെൽ ഓഫ് ആണ് കാണുന്നത്. -99 ഓൾമോസ്റ്റ് 1 lakhന്റെ അടുത്ത് FI ഫ്യൂച്ചേഴ്സ് OAയിലും ചേഞ്ച് വരുന്നുണ്ട്. മീൻസ് ഇൻഡിക്കേഷൻ ടു നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. സോ അപ്പോൾ ഓൾറെഡി എല്ലാം നമുക്കൊരു നെഗറ്റീവ് ബയാസിൽ തന്നെയാണ് പോകുന്നത്. ബട്ട് അതിന്റെ ഒരു വേറൊരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇവന്റ് ഉള്ളത് കൊണ്ടായിരിക്കും മിക്കവരും ആ ഒരു ക്യാരി ഫോർവേഡിനൊന്നും നിൽക്കാണ്ട് അവിടെ അൺവൈൻഡിങ് ഒക്കെ നടത്തുന്നത്. അതിന്റെ അർത്ഥം മാർക്കറ്റ് നാളെ തന്നെ വീഴുമെന്നല്ല. ഇനി 4 hours ഒരു ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് ബാങ്ക് നിഫ്റ്റി ആണ്. നമുക്ക് ഇവിടെ ഒരു ട്രേഡിംഗ് മീൻസ് ഒരു പാറ്റേൺ ഫോം ആവുന്നുണ്ട്. ബിക്കോസ് ഇവിടെ ഒരു ഹൈ പിന്നെ ഒരു ലോ വന്നു, പിന്നെയും ഒരു ഹൈ, പിന്നെ ഒരു ലോ വന്നു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ലോയിലാണ് ഇപ്പോൾ നമുക്ക് എന്താക്കുന്നത്, ഈ ഒരു സ്വിംഗ് ലോയിലാണ് ഇപ്പൊ നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെ വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഈ ലോ ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇതിന് മേളിലേക്കാണെങ്കിൽ ഇപ്പോഴും ഇവന്റിന്റെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഇവന്റിൽ ഇനി വലിയ ക്യാൻഡിലൊക്കെ ഇങ്ങനെയൊക്കെ വരാം. ഇനി അതല്ല, ഇനി ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല, വരും ദിവസങ്ങളിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല, പകരം ഈ ഒരു ലോ ആണ് നമുക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബിയറിഷ്നെസ് തുടരും എന്ന് തന്നെ പറയാം. ബിക്കോസ് നമുക്ക് അങ്ങനത്തെ ഒരു ട്രേഡിങ് അങ്ങനത്തെ നമുക്കൊരു മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ചാറ്റ് പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു ഹൈ തന്നെ, ഒരു ലോ തന്നു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് 4 hour ടൈം ഫ്രെയിം ആണ് ഞാൻ ഈ പറയുന്നത്. ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ്, ആ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെയും അടുത്തൊരു റീടെസ്റ്റിന് വേണ്ടി ഇവിടെ പോയേക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഇനി വന്ന ഈ ലോയിലായിരിക്കും നമുക്ക് എന്താക്കുന്നത്, നമുക്കൊരു എൻട്രിയുടെ ഒരു മീൻസ് എൻട്രീനേക്കാളും കൂടുതൽ ആ ട്രെൻഡ് കണ്ടിന്യൂഷനിലുള്ള പോസിബിലിറ്റി അവിടെയാണ്. ഇനി അതല്ല, നമുക്ക് നാളെ ഇവിടെ മേലെ നല്ലൊരു ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഈ ട്രെൻഡ് നമുക്ക് എന്താക്കുന്നത്, ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. സോ അപ്പൊ അതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്ന ഒരു ട്രെൻഡ്, ഒരു 4 hours ട്രെൻഡ്. ബട്ട് നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിട്ട് തന്നെ കാണുന്നത്. നമുക്ക് വലിയ ട്രെൻഡ് ആയിട്ടൊന്നും ഇവിടെ പറയാൻ കഴിയുന്നില്ല. ഒരു സൈഡ് വേസ്, നമുക്കൊരു ബിയറിഷ് ക്യാൻഡിലും കൂടിയാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. ബട്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് ഇവിടെ ഒരു സെൽ ഓഫ് കഴിഞ്ഞ് പിന്നെയും ഇവിടെ പിന്നെ ഒരു ഇത് വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് ഒരു ട്രെൻഡ് ഫോർമേഷൻ ഒന്നും സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, ഈ ഒരു സപ്പോർട്ട്. കാരണം ഇവിടെ ഈ ഒരു സപ്പോർട്ട് കണ്ടല്ലോ, ഒന്നുകൂടി കറക്റ്റ് ചെയ്യാം. ഈ ഒരു സപ്പോർട്ട് നമുക്ക് ക്ലിയർ ബ്രേക്ക് ഔട്ട്, ഇവിടെ നമുക്ക് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും നോക്കുക. 21,300 എന്നുള്ള ലെവലിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ എന്താക്കുന്നുണ്ട്, നിഫ്റ്റി എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ, മീൻസ് ഇനി
മീൻസ് നമ്മളെന്താ നമുക്ക് എക്സ്പയറി ചെയ്യേണ്ട അന്ന് കുറച്ചും കൂടി റിസ്കി ആയിരിക്കും. ബിക്കോസ് അവിടെ നമുക്ക് എങ്ങനത്തെ ക്യാൻഡിൽ ഇതുപോലെ ഫേക്ക് ഔട്ട് വന്നാൽ ചിലപ്പോൾ ഒറ്റ ക്യാൻഡിൽ തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, മേളിലേക്കായിരിക്കും വന്നെ. സോ അപ്പോൾ അതല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ആ മീൻസ് ഈ ഒരു പാറ്റേണും കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് എന്നുള്ള ട്രെൻഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പൊ കറന്റ്ലി രണ്ടും നമുക്ക് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ആണെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് തന്നെയാണ് തരുന്നത്. അതിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ഔട്ടോ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽസ് കാര്യങ്ങളൊക്കെ റേഞ്ച് ബ്രേക്ക് ഔട്ട് ഒക്കെ നടന്നതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് എന്താക്കുന്നത് നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് എന്ന് അല്ലെങ്കിൽ ട്രെൻഡ് ആയി എന്ന് നമുക്ക് തീരുമാനിക്കാം. സോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. നെഗറ്റീവ് സെന്റിമെന്റ് ഉണ്ട്, അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ബിക്കോസ് നമുക്ക് ഇവന്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ അൺവൈൻഡിങ് ഒക്കെ നടക്കാൻ മാക്സിമം ചാൻസ് ഉണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും പൊസിഷൻസ് എടുക്കുന്ന കാര്യങ്ങളിലും നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. FAS ആൻഡ് പ്രോസും ഒരു നെഗറ്റീവിലേക്കാണ് അവിടെയും നിൽക്കുന്നത്. സോ അപ്പൊ എല്ലാവരും ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ആൻഡ് ക്യാപിറ്റൽ സേഫ് ആയിട്ടുള്ള ട്രേഡ്സിൽ മാത്രം കയറാനും നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.